ഹായ് മക്കളെ, നമസ്കാരം. ഹോപ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുൻകാല പരീക്ഷകളിൽ നടന്നിട്ടുള്ള മാത്സ് ആൻഡ് മെന്റബിലിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 710 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് അതൊരു ക്യൂബ് കിട്ടുക? മനസ്സിലായല്ലോ. 710 എന്ന് പറയുന്ന സംഖ്യയോട് ഏത് സംഖ്യ കൂട്ടി ഏറ്റവും ചെറുത് ഏത് കൂട്ടിയാലാണ് ഒരു ക്യൂബ് കിട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ 710 അടുത്ത് വരുന്ന സംഖ്യ ആയിരിക്കണം. അപ്പോൾ ഏറ്റവും ചെറുത് കൂട്ടണമെങ്കിൽ 710 അടുത്തിരിക്കുന്ന ക്യൂബ് ആയിരിക്കണം. 710 അടുത്ത് വരുന്ന ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 9ന്റെ ക്യൂബാ. 9ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഓക്കെ, 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729. അത് കഴിഞ്ഞാൽ 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ഓക്കെ ആണല്ലോ. ഇങ്ങനെ രണ്ട് സംഖ്യ 9ന്റെ ക്യൂബ്. അപ്പൊ 710 കഴിഞ്ഞുള്ള സംഖ്യ നമ്മളടുത്ത് പറഞ്ഞ 710 കഴിഞ്ഞ് വരുന്ന സംഖ്യയുടെ കാര്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 710 കഴിഞ്ഞ് വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ 729. പിന്നെ അടുത്ത അപ്പോൾ 9ന്റെ ക്യൂബാണ്. 700 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ക്യൂബ് എന്ന് വെച്ചാൽ 9ന്റെ ക്യൂബ് 729. പിന്നെ 10ന്റെ ക്യൂബ് 1000. അപ്പൊ എന്താണ് ഈ 710 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായി. ഇത് 1000 എത്തുമ്പോൾ അതിൽ വലിയ സംഖ്യ കൂട്ടേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് 1000ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര? 290 കൂട്ടേണ്ടി വരും. പക്ഷെ തിരിച്ച് ഇതിന് ഏറ്റവും ചെറുത് കൂട്ടണമെന്ന് വെച്ചാൽ 710 ഏറ്റവും അടുത്ത് നിൽക്കുന്ന എത്ര? 729. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 710 കൂടി ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടണമെന്ന് വെച്ചാൽ 19 എന്ന് പറയുന്ന സംഖ്യയോടെ കൂട്ടാമെങ്കിൽ 729 കിട്ടും. ബാക്കി ഇനി വരുന്നതെല്ലാം ഏറ്റവും ചെറുതല്ല, ഇനി വരുന്നതെല്ലാം വലിയ വലിയ സംഖ്യകളാണ്. മനസ്സിലായല്ലോ. ഇനി എത്ര? 290 കൂട്ടണം. അങ്ങനെ ഉള്ള വലിയ വലിയ സംഖ്യകളായിരിക്കും കൂട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ആൻസർ 19. നമ്മുടെ ഏത് സംഖ്യ ഏറ്റവും ചെറുത് ഏത് ചോദിച്ചെന്ന് വെച്ചാൽ 19 എന്ന് പറയുന്ന നമ്പറാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ 19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 1ന്റെ ക്യൂബ് പ്ലസ് 2ന്റെ ക്യൂബ് പ്ലസ് 3ന്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 9ന്റെ ക്യൂബ് എന്ന് പറഞ്ഞത് 2025 ആയാൽ 0.11ന്റെ ക്യൂബ് പ്ലസ് 0.22ന്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 0.99ന്റെ ക്യൂബ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. 1-2 കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. ഇതിന്റെ പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്ത് താഴെ മേലെ 11 തന്നെ അങ്ങ് എഴുതണം. 11 എഴുതിയിട്ട് താഴെ ഒരു 100 കൊണ്ട് അങ്ങ് ഹരിച്ചു വെച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 11നെ 100 കൊണ്ട് ഹരിക്കുന്നതാണ് എത്ര? 0.11. അപ്പൊ മേളത്തെ നമ്മൾ പോയിന്റ് മാറ്റി പകരം താഴെ 2 പൂജ്യമുള്ള 100 അങ്ങ് കൊടുത്തു. ഒരു പോയിന്റാണ് മാറ്റണമെങ്കിൽ താഴെ ഒരു പൂജ്യമുള്ള സംഖ്യയായി 10 കൊടുക്കണം. മേളിലാണെങ്കിൽ 2 മാറ്റുന്നതെങ്കിൽ താഴെ 100 കൊടുക്കണം. 3 പോയിന്റാണ് മാറ്റുന്ന 1000. ഇവിടെ പോയിന്റിന് 2 സ്ഥാനമുണ്ട്. 2 പൂജ്യമുള്ള സംഖ്യയായ 100 നമ്മൾ താഴെ കൊടുത്തു. ഇത് ഹോൾ ക്യൂബ് മേളിലുണ്ട്, ഒന്നും ചെയ്യരുത്, അതേപോലെ ഇട്ടേക്കുക. പ്ലസ് അടുത്ത എത്ര? പോയിന്റ് 2 നമ്മൾ ഇതങ്ങ് പോയിന്റ് മാറ്റുക. ഇവിടെ എന്ത് ചെയ്യാം? 22 എന്ന് എഴുതാം. 22/100 ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത അപ്പൊ എത്ര വരുന്നത്? അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.33 എന്ന് വെച്ചാൽ നമുക്ക് എന്താ? 33/100 ദ ഹോൾ ക്യൂബ് എക്സെട്ര പ്ലസ് ഇവിടെ എത്ര? 99/100 ദ ഹോൾ ക്യൂബ്. ഇവിടെ വരെ നമ്മളിങ്ങ് എഴുതി. ഇത്ര വരെ ഓക്കെ ആണല്ലോ. ഈ കിടക്കുന്ന ക്യൂബ് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റുള്ള ഏതൊക്കെ നമ്പർ കിടപ്പുണ്ടോ അതിനെല്ലാം അതിനെല്ലാത്തിനും ബാധകം. അപ്പൊ ഞാൻ ആദ്യം ഇതിനൊന്ന് വേറൊരു ഫോർമാറ്റ് ഒന്ന് മാറ്റാൻ പോവാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇതിന് ഫോർമാറ്റ് എങ്ങനെ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ 11 ഗുണം 1 11/100 ഇതിന്റെ ക്യൂബ് പ്ലസ് 22 എഴുതാം 11 ഗുണം 2 2/100 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതി. പ്ലസ് ഓക്കെ 11 ഗുണം 2 22. ഓക്കെ, അടുത്താണ് 11 ഗുണം 3/100 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതി. ക്ലിയർ ആണ്. 11 ഗുണം 3 33 എക്സെട്ര ഇവിടെ എഴുതിയാണ് 11 ഗുണം 9/100 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇത്രയും വരെ ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഉള്ളിൽ കിടക്കുന്ന എന്തൊക്കെ കിടപ്പുണ്ടോ ആ നമ്പറിനെല്ലാം നമ്മൾ എന്താണ് ഈ ബ്രാക്കറ്റ് ഉള്ളിൽ കിടക്കുന്ന എല്ലാത്തിനും ഈ 3 ബാധകമാണ്, ഈ ക്യൂബ് ബാധകമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം കൊടുക്കുമ്പോൾ 11ന്റെ ക്യൂബ് ഇൻറ്റു 1ന്റെ ക്യൂബ് ബൈ 100ന്റെ ക്യൂബ് എന്ന് കൊടുത്തു. ഓക്കെ, ഈ 3 എന്താണ്? 11നും ബാധകമാ, 1നും ബാധകമാ, 100നും ബാധകമാ കൊടുത്തു. പ്ലസ് ഈ 3 എന്താ? 11ന്റെ ക്യൂബ് ഇൻറ്റു 2ന്റെ ക്യൂബ് ബൈ 100ന്റെ ക്യൂബ് എന്ന് കൊടുത്തു. പ്ലസ് അടുത്ത എത്ര? 11ന്റെ ക്യൂബ് ഇൻറ്റു 3ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 100ന്റെ ക്യൂബ് എന്ന് കൊടുത്തു. പ്ലസ് എക്സെട്ര എത്ര? 11ന്റെ ക്യൂബ് ഇൻറ്റു 9ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 100ന്റെ ക്യൂബ് എന്ന് കൊടുത്തു. ഈ ക്യൂബ് ഇതിനൊക്കെ ബ്രാക്കറ്റ് ഉള്ളിൽ കിടക്കുന്ന എല്ലാത്തിനും ബാധകമായിട്ട് നമ്മളും കൊടുത്തു. ഇനി ഇവിടെ നിന്ന് എല്ലാം എന്തായിരുന്നു? 11ന്റെ ക്യൂബ് ഇവിടെ ഉണ്ട് 11ന്റെ ക്യൂബ് ഇവിടെ ഉണ്ട് 11ന്റെ ക്യൂബ്, അങ്ങനെ ഇവിടെ വരെ 11ന്റെ ക്യൂബ് ഉണ്ട്. ഇവിടുന്ന് എല്ലാത്തിനും അടുത്തൊന്നും ഞാൻ ഒരു 11ന്റെ ക്യൂബ് ഒന്ന് കോമൺ ആയിട്ട് എടുക്കുക.
അതേപോലെ തന്നെ ഇവിടെയുണ്ട്, ഇവിടെ 100ന്റെ ക്യൂബ് ഉണ്ട്, ഇവിടെ 100ന്റെ ക്യൂബ് ഉണ്ട്. ഇവിടെ പ്ലസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തുവാ എന്തെങ്കിലും സംഖ്യ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. പ്ലസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോ അല്ലെ മൈനസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത്, ഈ പ്ലസിന് ഇപ്പുറത്തുനിന്ന് ഒരു 11ന്റെ ക്യൂബ് എടുത്ത് അപ്പുറത്തുനിന്ന് എടുത്തു, ഇവിടുന്ന് എല്ലാം നമ്മൾ ഇവിടെ വരെ എടുക്കുക. എടുത്ത് അതേപോലെ താഴത്തെ ഇവിടുന്ന് എല്ലാ 100ന്റെ ക്യൂബ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇവിടുന്ന് 11ന്റെ ക്യൂബ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 1ന്റെ ക്യൂബ് പ്ലസ് ഇവിടുത്തെ 11ന്റെ ക്യൂബ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര, 2ന്റെ ക്യൂബ് പ്ലസ് ഇവിടുത്തെ എങ്ങനെ 3ന്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 9ന്റെ ക്യൂബ്. ഇത്രയും വരെ കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മളിവിടെ ചെയ്യുന്നത്, ഇനി നമുക്കിത് വളരെ എളുപ്പമാണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എഴുതേണ്ടത് 11ന്റെ ക്യൂബ് എത്ര, 1331 ഇൻറ്റു 100ന്റെ ക്യൂബ് 1000, അല്ല സോറി 100ന്റെ ക്യൂബ്, ഓക്കെ 100ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര, 10 ലക്ഷം വരും കേട്ടോ. 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. ഓക്കെ 10 ലക്ഷം വരും ഇൻറ്റു ഇപ്പം 11ന്റെ ക്യൂബ് 1331. ഓക്കെ, അതേപോലെ 100ന്റെ ക്യൂബ് എത്ര 100ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 10 ലക്ഷം വരും ഇൻറ്റു ഇനി എന്തോ ഉള്ളത്, 1ന്റെ ക്യൂബ് പ്ലസ് 2ന്റെ ക്യൂബ് പ്ലസ് 3ന്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 9ന്റെ ക്യൂബ്. അതിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 20, 25 ആണ്. അപ്പം നമ്മൾ എന്ത് എഴുതുക, ഇത് മാറ്റിയിട്ട് ഈ വില എടുത്ത് നമ്മൾ ഇവിടെ കൊടുത്തു, എത്ര 20, 25 നമ്മളങ്ങ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി എന്ത് ചെയ്യുക, ഈ നമ്പറുകൾ തമ്മിൽ ഗുണിക്കുക. ഈ നമ്പറുകൾ തമ്മിൽ ഗുണിച്ചിട്ട് അതിനെ 10 ലക്ഷം കൊണ്ട് ഹരിക്കുന്നതായിരിക്കും ആൻസർ. ഞാൻ എഴുതി ഗുണിച്ച് സമയം കളയുന്നില്ല, ഞാൻ എൻ്റെ ആൻസർ ഇങ്ങോട്ടങ്ങ് എഴുതുവാണ്. ഓക്കെ, 26, 95, 275 എന്ന് കിട്ടും. ഇത് ഗുണിക്കുമ്പോൾ ഈ ആൻസർ കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ എത്ര ഉണ്ട്, 10 ലക്ഷം കൂടെ 1, 2, 3, 4, 5, 6 ഞാൻ ഗുണിച്ച് നോക്കുന്നില്ല, നിങ്ങൾ ഗുണിച്ച് നോക്കിയാൽ 1331 2025 കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ എത്ര, 10, 100, 1000, 16 ലക്ഷം, 10, 26,95,275 കിട്ടും. ഡിവൈഡഡ് ബൈ 10 ലക്ഷം. ഒരു സംഖ്യയെ 10 വെച്ചിരിക്കാൻ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക, 100 വെച്ചിരിക്കാൻ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക, 1000 വെച്ചിരിക്കാൻ 3 സ്ഥാനം, 10,000 വെച്ചിരിക്കാൻ 4 സ്ഥാനം, 1 ലക്ഷം വെച്ചിരിക്കാൻ 5 സ്ഥാനം, 10 ലക്ഷം വെച്ചിരിക്കാൻ 6 സ്ഥാനം. ഇപ്പോൾ ഇവിടെ 6 0 ഉണ്ടാണ്ട് ഇവിടുന്ന് എണ്ണി 6 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പോൾ എത്ര, 1, 2, 3, 4, 5, 6 സ്ഥാനം. അപ്പോൾ എത്ര കിട്ടി, 2.6955. ഇതായിരിക്കും ഇതിന്റെ ഓപ്ഷനകത്ത്. ഇതിനകത്ത് ആൻസർ ഓപ്ഷനകത്ത് BSc ചോദിച്ചപ്പോൾ ഓപ്ഷനകത്ത് കൊടുത്തിരുന്ന ആൻസർ 2.695 വരെ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള കൊടുത്തിട്ടില്ലായിരുന്നു. നിങ്ങൾ അത്രയും വരെ ചെയ്താലും മതി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഇതിന്റെ ഓൾറെഡി വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. 11.11 നമുക്ക് 11/100 എന്ന് എഴുതാം. അതേപോലെ 22/100, 33/100, 99/100. ഈ കിടക്കുന്നത് ഈ 3 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന എല്ലാ നമ്പറിനും ബാധകമാണ്. പിന്നെ ഒരു കാര്യം, 11 ഗുണം 1 ആണ് 11, 11 ഗുണം 2 ആണ് 22, 11 ഗുണം 3 ആണ് 33, അതേപോലെ 11 ഗുണം 9 ആണ് 99. അവിടെ വരെ നമ്മൾ എടുത്തു. എന്നതിന് ശേഷം ഈ ക്യൂബ് 11 കൊടുത്തു, 1 കൊടുത്തു, 100 കൊടുത്തു, അതേപോലെ എല്ലാത്തിനും നമ്മൾ ആ ക്യൂബ് കൊടുത്തു. എന്നിട്ട് ഈ ഇവിടുന്ന് എല്ലാത്തിനും അടുത്തൊന്നും ഇവിടെ എല്ലാം 11 ഉണ്ട്, 11ന്റെ ക്യൂബ് ഉണ്ട്, അത് കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ എല്ലാം 100ന്റെ ക്യൂബ്, അതും കോമൺ ആയിട്ട് എടുത്തു. ഇവിടുന്ന് 11ന്റെ ക്യൂബ്, 1ന്റെ ക്യൂബ്, ഇവിടെ 2ന്റെ ക്യൂബ്, ഇവിടെ 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് 9ന്റെ ക്യൂബ് വരെ. ഓക്കെ, എന്നിട്ട് എന്താ, ഈ വാല്യൂ ഓൾറെഡി അവർ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്ര, 2025 എന്ന്. അതിവിടെ കൊടുത്തു. 11ന്റെ ക്യൂബ് 1331 ഇൻറ്റു 10 ലക്ഷം എന്ന് കൊടുത്തു. 10 ലക്ഷം കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ 2.695 275 എന്നായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഈ 95 വരെയാണ് PSCയുടെ ഓപ്ഷനകത്ത് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം 72 സെന്റിമീറ്റർ ക്യൂബാണ്. പാദവും ഉയരവും വൃത്തസ്തംഭത്തിന്റെ തന്നെയുള്ള ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്, ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. വ്യാപ്തം എന്ന് വെച്ചാൽ 72 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം 72 സെന്റിമീറ്റർ ക്യൂബാണ്. ഇതേ വൃത്തസ്തംഭത്തിന്റെ തന്നെയാണ് പാദവും ഉയരവും ഇതേ വൃത്തസ്തംഭം തന്നെയാണ്. അങ്ങനെയുള്ള വൃത്തസ്തൂപിക. ഇപ്പൊ ഉദാഹരണം, ഒരു വൃത്തസ്തംഭം എന്ന് പറയും. ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതാണ് വൃത്തസ്തംഭം. ഓക്കെ, ഈ വൃത്തസ്തംഭത്തിന് ഈ പാറ ഇതായിരിക്കും, ഉയരം ഇത്ര, ഇതിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് വൃത്തസ്തൂപിക. ഈ വൃത്തസ്തൂപിക, ഈ ചെത്തിയെടുക്കുന്ന കോൺ എന്ന് പറയും, മനസ്സിലായാലും? ഇത് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ അതേ ബേസ് തന്നെയാണ്. ഹൈറ്റും മാറുന്നില്ല, ബേസും മാറുന്നില്ല. ഇതേ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല.
എപ്പോഴും ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തത്തിന്റെ 1/3 വൃത്തസ്തൂപികയുടെ വ്യാപ്തം. മനസ്സിലായോ? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തത്തിന്റെ 1/3. ഓക്കെ, അപ്പൊ എന്താണ് 72ന്റെ 1/3 എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, 1 3 3 2 3 6 4 3 12. ആൻസർ 24 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യമുള്ളൂ. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തത്തിന്റെ 1/3 എപ്പോഴും വൃത്തസ്തൂപികയുടെ വ്യാപ്തം വരുത്തോളൂ. ഇത് മാത്രമല്ല, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ πr² h-ഉം വൃത്തസ്തൂപിയുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1/3 πr² h ആണ്. 1 πr² h-ന്റെ ഈ πr² h-ന്റെ 1/3 πr² h-ന്റെ 1/3. അപ്പൊ നമ്മൾ ഈ 1/3 മാത്രം എടുത്താൽ മതി. ഈ വ്യാപ്തത്തിന്റെ 1/3 എടുക്കുക. ആൻസർ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. വളരെ സിമ്പിൾ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യാപാരി താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞത് 900ന്റെ കട്ടി മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. എങ്കിൽ അയാളുടെ ലാഭ ശതമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 കിലോഗ്രാം ആണ് എന്താണ്, ഒരു വ്യാപാരി 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് 900 ഒരു സാധനം വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നു എന്ന് അവകാശപ്പെടുക. ഞാൻ ഇപ്പോൾ ഉദാഹരണം 1 കിലോ ആപ്പിൾ ഞാൻ 50 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അപ്പം നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുക എത്ര 1 കിലോ ആപ്പിൾ എന്ന് പറയാം. അപ്പം ഞാൻ പറയാം 50 രൂപയാ, എനിക്ക് വാങ്ങിയ വില 50 രൂപ, ആ വില തന്നെ എനിക്ക് തന്നാൽ മതി എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ പറയും, 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 900 ഗ്രാമേ തരത്തുള്ളൂ. മനസ്സിലാവും? 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാമാണ്. പക്ഷെ 900 ഗ്രാമേ തരത്തുള്ളൂ. 100 ഗ്രാം ഞാനിഞ്ഞ് എടുക്കും. കാരണം 1 കിലോഗ്രാം ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചിട്ട് 900 ഗ്രാം ഞാൻ 50 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് 100 ഗ്രാമിന്റെ വില ലാഭമാണ്. എനിക്ക് ലാഭം ഉണ്ടെങ്കിൽ ഒരു ലാഭ ശതമാനം ഉണ്ടായിരിക്കും. അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എത്രയാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഓക്കെ ആണല്ലോ? പക്ഷേ ഇയാൾ എന്ത് ചെയ്യും, 1 കിലോ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നെന്ന് അവകാശപ്പെടുക. പക്ഷെ 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 900 രൂപയെ തരത്തുള്ളൂ. അപ്പൊ അയാൾ എത്ര ഗ്രാം എടുക്കും? 100 ഗ്രാം ആണ് അയാൾ എടുക്കുന്നത്. അല്ലയോടോ? സിമ്പിൾ അല്ലേ? അയാൾ എത്ര എടുക്കും? നമുക്ക് സിമ്പിൾ ലോജിക്ക് ഉപയോഗിക്കാം. 1 കിലോഗ്രാം പറഞ്ഞത് 900 തരുന്നുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ എടുക്കുന്നത് 100 ഗ്രാം എടുക്കും. മനസ്സിലായോ? നമുക്ക് എത്ര ഗ്രാം തരും? 900 ഗ്രാം തരുന്നത്. അതങ്ങ് താഴെ എഴുതുക. മനസ്സിലായ? ആൾ എടുക്കുന്ന എത്ര? 100 ഗ്രാം. നമുക്ക് തരുന്നത് എത്ര? 900 ഗ്രാം. അപ്പോൾ ഇൻറ്റു ശതമാനത്തിലേക്ക് മാറ്റാൻ ഇൻറ്റു 100 കൊടുക്കുക. ശതമാനത്തിലേക്ക് മാറ്റാൻ ഇൻറ്റു 100. മനസ്സിലായോ? അയാൾ എടുക്കുന്നത് ഡിവൈഡഡ് ബൈ നമുക്ക് തരുന്നത് ഇൻറ്റു 100. ഓക്കെ, ഈ ശതമാനത്തിനാണ് ഈ 100 കൊടുക്കുന്നത്. ഈ 2 0 2 0 വെട്ടിക്കളയാ. 1 × 100 100 കിട്ടും. 100നെ 9 വെച്ചിരിക്കുമ്പോൾ 11 9 99. 11 1/9 ശതമാനമായിരിക്കും അയാളുടെ ലാഭം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? അപ്പോൾ 100നെ 9 വെച്ചിരിക്കുമ്പോൾ 11 9 99 ശിഷ്ടം 1 അല്ലേ? ഇവിടെ പൂർണ്ണമായി ഹരിച്ചു കിട്ടിയത് 11 ആണ്. ഇനി 1നെ ഹരിക്കാണ്ട് എത്ര വെച്ചാൽ 9 വെച്ച ആൻസർ 11 1/9 ശതമാനം അയാൾക്ക് ലാഭമാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അയാൾ എടുക്കുന്ന എത്ര അത് ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര തരുന്നോ ഇൻറ്റു 100 കൊടുത്തേച്ചാൽ മതി. മനസ്സിലായോ? അയാൾ എടുക്കുന്നത് ബൈ നമുക്ക് തരുന്നത് ഇൻറ്റു 100. മനസ്സിലായല്ലോ? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1000 രൂപയ്ക്ക് 73 ദിവസത്തേക്ക് 6% നിരക്കുള്ള സാധാരണ പലിശ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്ര രൂപയ്ക്കാണ്? 1000 രൂപയ്ക്കാണ്. എത്ര ദിവസത്തേക്ക്? 73 ദിവസത്തേക്ക്. എത്ര ശതമാനം നിരക്കിൽ? 6% നിരക്കുള്ള സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? ഇതല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അതാ സിമ്പിൾ ആണ്. ഇവിടുത്തെ പി എന്ന് പറയുന്നത് 1000 രൂപയാണ്. പി എന്ന് പറയുന്നത് 1000 രൂപയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പിയുടെ വാല്യൂ 1000 രൂപയാണ്. ഓക്കെ, നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 73 ദിവസമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 6%. ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസക്കണക്ക് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365 ദിവസമുണ്ട്. അപ്പൊ 73 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ താഴെ 365 കൊടുത്തിരിക്കണം. 365 ദിവസക്കണക്ക് പറയുമ്പോൾ താഴെ 365 എന്ന് കൊടുത്തിരിക്കണം. ഇത്ര വരെ ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പൊ മാസക്കണക്ക് പറയുമ്പോൾ താഴെ 12 ആയിരിക്കണം കൊടുക്കണ്ടേ. ദിവസക്കണക്ക് പറയുമ്പോൾ താഴെ 365 ആയിരിക്കണം കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഐ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ PNR/100 ആണ്. ഓക്കെ, ഐ ഈക്വൽ ടു പി എന്ന് വെച്ചാൽ 1000 രൂപയാണ്. നമ്പർ ഓഫ് ഇയർ എന്ന് വെച്ചാൽ 73 ദിവസം. 73 ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 6%. 6/100 എന്ന് എഴുതാം. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാ ഈ 2 0 ഈ 2 0 വെട്ടി. ഇനി കണ്ടോ നോക്കണം. 73 എപ്പോഴും നിങ്ങൾ ദിവസ കണക്ക് നോക്കുമ്പോൾ നോക്കണം. എപ്പോഴും ഇവിടെ ഒന്ന് 73 അല്ല 73ന്റെ ഗുണിതവോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും 73 73ന്റെ ഗുണിതവോ അല്ലേ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കാര്യം എന്താ അറിയോ? എപ്പോഴും ഈ 365നെ വെട്ടാൻ പറ്റുന്ന സംഖ്യ 73. കാര്യം എന്താ? 73 × 5 ആണ്. 3 5 15 ശിഷ്ടം
ശിഷ്ടം 1 7 5 35 36 365. 73 ഗുണം 5 ആണ് 365. എപ്പോഴും ദിവസക്കണക്ക് പറയുമ്പോൾ ഒരു 73ന്റെ കണക്ഷൻ തന്നെ എവിടെയെങ്കിലും കാണും. കാര്യം എന്താ, വെട്ടെന്ന് വെട്ടാൻ പറ്റുന്ന സംഖ്യ 73. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് ഇവിടെ വെട്ടാം. ഒരു 73 73 5 73 ആണ് 365. ഒരു 5 5 ഈ 5 ആണ് 10 ആണല്ലോ. 1 ഗുണം 2 2 2 ഗുണം 6 12. എത്ര രൂപയാണ് അവിടെ പലിശ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 12 രൂപയാണ് പലിശ കിട്ടുന്നത്. അപ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക, നമ്പർ ഓഫ് ഇയർ പറയുമ്പോൾ പറയുന്ന ദിവസം എത്ര ആണോ ദിവസക്കണക്കാണ് പറയുമെങ്കിൽ താഴെ 365 കൊടുത്തേക്കുക. നമ്മുടെ ഇക്വേഷൻ I = PNR ആണ്. ഓക്കെ, ഇത് ചെയ്താൽ മതി, വെട്ടി ചെയ്യുക. അപ്പൊ എപ്പോഴും ദിവസക്കണക്ക് പറയുമ്പോൾ 73ന്റെ ഒരു ഗുണിതമായിരിക്കും എപ്പോഴും നമുക്ക് വെട്ടാവുന്ന രീതിയിലായിരിക്കും പരമാവധി തരുന്നത്. ഒന്നെങ്കിൽ പ്രിൻസിപ്പിൾസ് എമൗണ്ടിൽ തരും, അല്ലെങ്കിൽ റേറ്റ് ഇവിടുന്ന് തരും, അല്ലെങ്കിൽ വരുവാണെങ്കിൽ അത് പോയിന്റ് ഒക്കെ വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 140 മീറ്റർ 160 മീറ്റർ വീതം നീളമുള്ള 2 ട്രെയിനുകൾ വിപരീത ദിശയിൽ 60 km/h വേഗതയിലും 40 km/h വേഗതയിലും പരസ്പരം മറികടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം അറിയുക, ഇവിടെ 2 ട്രെയിനിന്റെ നീളം തന്നിട്ട്, ഒന്ന് 140 മീറ്റർ നീളവും ഒന്ന് 160 മീറ്റർ നീളവും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ട്രെയിനുകൾ സമാന്തര പാതയിൽ എതിർദിശയിൽ പരസ്പരം മറികടന്നാലും ഒരേ ദിശയിൽ പരസ്പരം മറികടന്നാലും ട്രെയിനിന്റെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. 2 ട്രെയിനുകൾ സമാന്തര പാതയിൽ എതിർദിശയിൽ പരസ്പരം മറികടക്കുന്ന പറഞ്ഞാലും ശരി, ഒരേ ദിശയിൽ പരസ്പരം മറികടക്കുന്നു. ഇവിടെ വിപരീത ദിശ എന്ന് വെച്ചാൽ എതിർദിശ. പരസ്പരം മറികടന്നാലും ട്രെയിനിന്റെ നീളങ്ങൾ എപ്പോഴും കൂട്ടി നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്? ഒരു ട്രെയിനിന്റെ നീളം 140 മീറ്ററും അടുത്ത ട്രെയിനിന്റെ നീളം 160 മീറ്ററും. ഇത് ഒരേ ദിശയിലാണെങ്കിലും എതിർ ദിശയിലാണെങ്കിലും നീളങ്ങൾ തമ്മിൽ എപ്പോഴും കൂട്ടുക, നീളം എപ്പോഴും കൂട്ടുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര ഇട്ടോ? 300 മീറ്റർ കിട്ടും. 300 മീറ്റർ. ഓക്കെ, ഇനി അടുത്ത സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ 2 ട്രെയിനുകൾ സമാന്തര പാതയിൽ എതിർദിശയിലാണ് പരസ്പരം മറികടക്കുന്നതെങ്കിൽ വേഗത കൂട്ടണം. ഒരേ ദിശയിലാണ് പരസ്പരം മറികടക്കുന്നെങ്കിൽ വേഗതകൾ കുറയ്ക്കണം. വേഗത എതിരെയാണെങ്കിൽ കൂട്ടണം, ഒരേ ദിശയിലാണെങ്കിൽ കുറയ്ക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വേഗതയിൽ എതിരെ വരുന്ന ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ആലോചിച്ചത്. വേഗത എതിരെയാണ് കൂട്ടണം, അപ്പൊ ഒരേ ദിശയിൽ കുറയ്ക്കണം. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്, ഒന്നിന്റെ വേഗത 60 km/h അടുത്തതിന്റെ വേഗത എന്ന് പറഞ്ഞാൽ 40 km/h. ഓക്കെ ആണല്ലോ. ഇത് എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. എതിരെയാകുമ്പോൾ നമ്മൾ കൂട്ടണം. എതിരാകുമ്പോൾ കൂട്ടുമ്പോൾ എത്ര ഇട്ടോ? 100 മീറ്റർ എന്ന് കിട്ടും. 100 മീറ്റർ. ഓക്കെ, 100 കിലോമീറ്റർ, മീറ്റർ അല്ല, 100 km/h. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ തന്നെ മീറ്റർ ആണ്, ഇത് km/h ആണ്. ഈ മീറ്ററും km/h തമ്മിൽ ചേരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ യൂണിറ്റിലേക്ക് നമ്മൾ മാറ്റണം. യൂണിറ്റ് കറക്റ്റ് ചെയ്യണം. അപ്പൊ എന്താ, ഒന്ന് 300 മീറ്ററും ഒരു 100 km/h. അപ്പൊ km/h നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. അപ്പോൾ 100 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട്, km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഇന്ത്യ ചെയ്യാം. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ വെട്ടുമ്പോൾ 5 ഗുണം 100 500 വെട്ടണ്ട, 500/18 എന്ന് എഴുതാം. 500/18 നമുക്ക് ലാസ്റ്റ് വെട്ടാം. ഇത് കറക്റ്റ് ഡയറക്റ്റ് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് 5 ഗുണം 100 500/18 എന്ന് എഴുതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട് എത്ര? 300 മീറ്റർ. ബൈ സ്പീഡ് തന്നിട്ടുണ്ട് എത്ര? 500/18 എന്നിട്ട് 500/18. ഇത് മീറ്റർ പെർ സെക്കൻഡ്. ഇതെന്തായി? മീറ്റർ പെർ സെക്കൻഡ്. കാര്യം എന്താ? ഇത് കിലോമീറ്റർ അതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കിയപ്പോൾ ഈ മീറ്റർ പെർ സെക്കൻഡും മീറ്ററും തമ്മിൽ ചേരും. ഇപ്പൊ ഈ യൂണിറ്റുകളെല്ലാം കറക്റ്റ് ആയി. ഇനി ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുക. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 300 മീറ്റർ ഇൻറ്റു തിരിച്ചിടുമ്പോൾ 18 മേളിലും പോവും, 500 താഴെയും വന്നു. ഓക്കെ ആണല്ലോ. ഈ 2 പൂജ്യം ഈ 2 പൂജ്യയുടെ നമുക്ക് വെട്ടിക്കളയാം. 2 പൂജ്യയുടെ വെട്ടിക്കളഞ്ഞാൽ 18 ഗുണം 3 എത്ര കിട്ടി? 54. 54/5 എന്ന് കിട്ടും. ഓപ്ഷനകത്ത് 54/5 ഉണ്ടോ എന്ന് നോക്കണം. 54/5 ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 54 5 വെച്ച് ഹരിക്കാം. ഓക്കെ, 5 വെച്ച് ഹരിക്കുമ്പോൾ വേണ്ടേ 5 50 ശിഷ്ടം 4 പോയിന്റ് എടുത്തിട്ട് 0. ഓക്കെ, ഇവിടെ പോയിന്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പൂർണ്ണമായി ഹരിച്ച് കിട്ടിയത് നമുക്ക് എത്ര കിട്ടി? ഇവിടെ 10 കിട്ടി. പൂർണ്ണമായി ഹരിച്ചു ഇവിടെ 10 കിട്ടി. ശിഷ്ടം ഇവിടെ 4 വന്ന് ഇവിടെ പൂർണ്ണമായി ഹരിച്ചു 10ഉം എത്ര? 10ഉം 4/5 10ഉം 4/5 സെക്കൻഡ്. എന്താ സെക്കൻഡ് എന്നിട്ട് 10 4/5 സെക്കൻഡ്സ് എന്നുള്ളതായിരിക്കും ആൻസർ നമുക്ക് കിട്ടുന്നത്. 10ഉം 4/5. കാര്യം എന്താ? സംഖ്യ പോയിന്റ് വരുമ്പോൾ നമ്മൾ പോയിന്റ് ആക്കാൻ നോക്കത്തില്ല. 10ഉം 4/5 തന്നെ എഴുതത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ 10ഉം 4/5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നോക്കിയേ. 284 സ്റ്റാർ 151 ഇതിനെ 11 കൊണ്ട് നിശേഷ ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് എങ്കിൽ
സ്റ്റാറിന്റെ അടുത്ത് വരുന്ന നമ്പർ ഏതാണ്, ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 284 സ്റ്റാർ 151, ഈ സ്റ്റാറിന്റെ അടുത്ത് ഒരു നമ്പർ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്പറിനെ 11 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പൊ ഏത് നമ്പർ ഇടുമ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു നമ്പറിനെ 11 വെച്ച് ഹരിക്കാൻ പറ്റുമോ? ഈ സ്റ്റാറിന്റെ അടുത്ത് ഏതാ സിംഗിൾ ഡിജിറ്റ്, 1 0 1 2 3 4 5 6 7 8 9 ഏതെങ്കിലും നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പൊ സ്റ്റാറിന്റെ അടുത്ത് വരാൻ പോകുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അത് എങ്ങനെയാണ്? ഒരു നമ്പറിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ, ഒരു നമ്പറിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെ നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഒരു നമ്പറിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഒന്നിടവിട്ടുള്ള അക്കങ്ങൾ എടുക്കണം. ഒന്നിടവിട്ടുള്ള അക്കങ്ങളുടെ തുകകളുടെ വ്യത്യാസം ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. തുകകളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം, അതല്ലെങ്കിൽ 11ന്റെ ഗുണിതം ആയിരിക്കണം. ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ആ നമ്പർ നമുക്ക് എത്ര വെച്ചിരിക്കാം? 11 വെച്ച് നിശേഷം ഹരിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒന്നിടവിട്ട സംഖ്യകൾ? നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. 284 സ്റ്റാർ 151. അപ്പൊ ഒന്നിടവിട്ട സംഖ്യ ഒന്നാമത്തെ നമ്പർ 8 എടുത്താൽ പിന്നെ 2 എടുത്താൽ പിന്നെ 8 എടുക്കരുത് 4, 4 എടുത്താൽ പിന്നെ സ്റ്റാർ എടുക്കരുത് 1, പിന്നെ 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 എടുക്കരുത് 1. ഇതാണ് ഒന്നിടവിട്ട സംഖ്യ. അപ്പൊ നോക്കാം, 2 + 4 + 1 + 1, 4 2 6 2 8. അടുത്ത ഒന്നിടവിട്ട സംഖ്യ 8 എടുത്താൽ പിന്നെ 4 എടുക്കരുത് സ്റ്റാർ, സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 എടുക്കരുത് 5. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് 8 + 5, 8 5 കൂടെ കൂട്ടാം. 8 5 കൂടെ കൂടുമ്പോൾ 13 കിട്ടണം. ഇനി എന്താണ് ഇതിനകത്ത് ഇതിലൂടെ ഒരു നമ്പറൂടെ ആഡ് ചെയ്താൽ ഒന്നെങ്കിൽ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 0 കിട്ടണം, അല്ലെങ്കിൽ 13 കിട്ടണം. ഈ 13ഉം 8ഉം തമ്മിൽ കുറച്ചാൽ ഒരിക്കലും 0 കിട്ടത്തില്ല. ഈ കാര്യം ഇത് 8 ഇപ്പുറത്തും 8 ആണെങ്കിൽ, രണ്ടിടത്തും 8 തന്നെ ആണെങ്കിലാണ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ 0 വരുന്നില്ല, പക്ഷെ 11ന്റെ ഗുണിതമാണ്. 8 കുറച്ചാൽ 11ന്റെ ഗുണിതം വരുന്ന 8 കുറച്ച ഈ 13ൽ നിന്ന് 8 കുറയ്ക്കുക. 8 കുറയ്ക്കുക മാത്രമല്ല, ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് വേണം 8 കുറയ്ക്കാൻ. 8 കുറയ്ക്കുമ്പോൾ എന്ത് പറയണം? 11ന്റെ ഗുണിതമായിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ 11ന്റെ ഗുണിതമായിരിക്കണമെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? ഈ ഓപ്ഷൻസിനകത്തുള്ളതിനകത്ത് 6 എടുത്തൊന്ന് കൂട്ടി വെക്കുക. 6 കൂട്ട് 13 6 കൂടെ കൂട്ടി. 13 6 കൂടെ കൂട്ടുമ്പോൾ 19 കിട്ടി. 19 - 8, 19 നമ്മൾ 8 കുറയ്ക്കുക. 19 8 കുറച്ചാൽ 11 കിട്ടത്തില്ല എന്ന് വെച്ചാൽ ഇത് കുറയ്ക്കുമ്പോൾ 11 കിട്ടണം. ഇത് കുറയ്ക്കുമ്പോൾ 11 ഒന്നെങ്കിൽ 11ന്റെ ഗുണിതോ അല്ലെങ്കിൽ 0 കിട്ടണം. അപ്പൊ ഈ 13ന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? 6 കൂടെ കൂട്ടണം. അപ്പൊ 13 + 6 = 19 ആണ്. അപ്പൊ ഒന്നിടവിട്ട സംഖ്യ ഇവിടെ 6 കൊടുത്തു. 6 കൊടുത്താൽ ഇവിടെ നോക്കിയേ, ഇതെല്ലാടെ കൂടുമ്പോൾ 8 കിട്ടും. ഇവിടെ ഒന്നിടവിട്ട സംഖ്യ 8, ഇവിടെ 6, ഇവിടെ 5. നോക്കിയേ, 8 + 6 + 5, 8 6 14 5 19. ഓക്കെ, 19ഉം ഈ ഒന്നിടവിട്ട സംഖ്യയുടെ 8ഉം 19 8 നമ്മളെ വ്യത്യാസം എന്ന് വെച്ചാൽ 11 കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന ഉത്തരം ഒന്നീ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെയും ചെയ്യാം. ഇവിടെ നോക്കിയേ, ഈ 13ന്റെ കൂടെ എക്സും കൂടെ കൂട്ടിയിട്ട് 13ന്റെ കൂടെ എന്താണ്? ഏതോ ഒരു നമ്പർ കൂട്ടണം. എക്സ് എന്ന് എടുക്കുക. ആ എക്സ് കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് 11 കിട്ടണമെന്ന് എഴുതണം. ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മനസ്സിലായോ? ഈ 13 എന്ന് പറയും ഒന്നിടവിട്ട സംഖ്യയായ കൂട്ടി കിട്ടിയ സംഖ്യയായ 13ന്റെ കൂടെ ഏതോ ഒരു സംഖ്യ, അത് ഏതാണെന്ന് അറിയത്തില്ല, എക്സ് കൂടെ കൂട്ടിയിട്ട് ഈ ഒന്നിടവിട്ട സംഖ്യയായ 8 ഉണ്ടല്ലോ, അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 11 കിട്ടണം. നമുക്ക് നോക്കാം. അപ്പൊ എക്സിന് വരുന്ന വാല്യൂ ഏതാ നോക്കാം. 13 - 8 + x = 11. 13 8 കുറച്ച് എത്ര ഇട്ടോ? 5 കിട്ടും. 5 + x = 11. അപ്പൊ എക്സിന്റെ അടുത്ത് വരുന്ന വാല്യൂ ഈ +5 അപ്പുറത്ത് പോകുമ്പോൾ -5 ആവും. x = 11 - 5 = 6 എന്ന് വെച്ചാൽ എക്സിന് ഏത് വില കൊടുക്കണം? 6 എന്ന വില. ഇതിപ്പോ ഓപ്ഷനിൽ ഞാൻ എടുത്തിട്ട് ചെയ്ത് നോക്കിയതാ. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എക്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് 8 ഈ ഒന്നിടവിട്ട സംഖ്യ 8 കുറയ്ക്കും, തുകയായ 8 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 11 കിട്ടണമെന്നൊരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ഇതിനെ കുറച്ചെടുത്താൽ എക്സിന്റെ വാല്യൂ 6 എന്ന് കിട്ടും. ഇങ്ങനെ വേണേലും ചെയ്യാം, ഈ രീതി വേണേലും ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. a/b the whole raised to x - 1 equal to b/a the whole raised to x - 3 ആയാൽ എക്സിന്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കണേ, a/b the whole raised to x - 1 is equal to b/a the whole raised to x - 3. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സമത്തിന് അപ്പുറവും ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസ്, ഈ താഴെയുള്ള ഇനിയാണ് ബേസ് എന്ന്, മുകളിലുള്ളത് പവറുമാണ്. ഇത് ബേസ്, ഇത് പവറാണ്. സമത്തിന് അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകൾ തുല്യമായിരിക്കും. ബേസുകൾ ഈക്വലായ പവറുകൾ ഈക്വൽ. അപ്പൊ ഇവിടുത്തെ ബേസ് എത്ര?
എ ബൈ ബി. ഇവിടുത്തെ ബേസ് എത്ര? ബി ബൈ എ. അപ്പൊ എന്താണ്? ഇതും കൂടെ അങ്ങ് എ ബൈ ബി ആയാൽ ബേസുകൾ ഈക്വൽ ആവും. അപ്പൊ മേളിൽ കിടക്കുന്ന പവറുകൾ സമം കൊടുക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബി ബൈ എ ബൈ ബിയിലേക്ക് തിരിച്ചെഴുതുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ടൈപ്പ് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. എ ബൈ ബി ദ ഹോൾ റൈസ് ടു മൈനസ് എം ഈസ് ഈക്വൽ ടു ബി ബൈ എ ദ ഹോൾ റൈസ് ടു എം എന്നാ. എന്നുവെച്ചാൽ എ ബൈ ബി എന്ന് പറയുന്നതിന്റെ പവർ മൈനസ് ആണെങ്കിൽ ആ മൈനസ് മാറ്റാൻ എ ബൈ ബി തിരിച്ചിട്ടാൽ മതി. എ ബൈ ബി തിരിച്ചിടുമ്പോൾ ബി ബൈ എ എന്നാവും. അപ്പൊ എന്താണ്? ഈ മൈനസ് എം എന്നുള്ളത് പ്ലസ് എം ആയി മാറും. ഇനി തിരിച്ച് ഈ ബി ബൈ എ വീണ്ടും നിങ്ങൾ തിരിച്ചിട്ടെ ബി ബൈ എ വീണ്ടും തിരിച്ചിടുമ്പോൾ അത് എ ബൈ ബി എന്നാവും. അപ്പൊ പ്ലസ് എം എന്നുള്ളത് മൈനസ് എം ആവും. എന്ന് വെച്ചാൽ ഇത് തിരിഞ്ഞ് വീണാൽ മേളത്തെ സൈൻ അങ്ങ് ചേഞ്ച് ആവും. എന്ന് വെച്ചാൽ ഇതിപ്പോ എ ബൈ ബിയുടെ പവർ എം ആണ്, അതിന്റെ പവർ മൈനസ് ആണെങ്കിൽ അത് തിരിച്ചിടുമ്പോൾ ബി ബൈ എ എന്നാവും. അപ്പൊ ഈ പ്ലസ് എം മൈനസ് എം എന്നുള്ളത് പ്ലസ് എം ആവും. ഇനി വീണ്ടും ഈ ബി ബൈ എ തിരിച്ചിട്ടാൽ വീണ്ടും ഇത് പ്ലസ് എം എന്താവും? മൈനസ് എം ആയി മാറും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ആ ഒരു ലോജിക് കൂടെ ഉപയോഗിക്കുമ്പോൾ എ ബൈ ബി ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് 1 ഈക്വൽ ടു ഈ ബി ബൈ എ അങ്ങ് തിരിച്ചിടുമ്പോൾ ബി ബൈ എ തിരിച്ചിടുമ്പോൾ എ ബൈ ബി എന്നാവും. അപ്പൊ എന്താവും? ഇവിടുത്തെ സൈൻ അങ്ങ് ചേഞ്ച് ആവും. ഇത് പ്ലസ്, ഇവിടുത്തെ ഈ പ്ലസ് എക്സ് എന്നുള്ളത് മൈനസ് എക്സ്, മൈനസ് എക്സ് മൈനസ് 3 എന്നാവും. മൈനസ് ഈ മൈനസ് എക്സ് മൈനസ് 3 എന്നാവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇതിനെ മൊത്തത്തിൽ ബ്രാക്കറ്റിന് പുറത്ത് ഒരു മൈനസ് കൊടുക്കണം. സൈൻ അങ്ങ് ചേഞ്ച് ആവും. ഇനി വീണ്ടും തിരിച്ചിടുവാണ് ബി ബൈ എ വീണ്ടും തിരിച്ചിടുമ്പോൾ ബി ബൈ എ എന്നാവും. അപ്പൊ ഈ മൈനസ് എം എന്തായി മാറും? പ്ലസ് എം ആയി മാറും. ഓക്കെ ആണല്ലോ? ഇപ്പോൾ സമത്തിന് ഇപ്പുറത്ത് എ ബൈ ബി, ഇവിടെ എ ബൈ ബി. ബേസുകൾ ഈക്വൽ ആണല്ലോ? എങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകൾ ഈക്വൽ ആയിരിക്കും. എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 3 എന്ന് കിട്ടും. ഇനി ഈ ബ്രാക്കറ്റ് ബേസുകൾ ഈക്വലായി. ഓക്കെ ആണ്? ഈ ബ്രാക്കറ്റ് പൊളിക്കണേ. ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന മൈനസ് അകത്തേറ്റ് ഓരോ നമ്പറിനെയും ഗുണിക്കണം. അപ്പോൾ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇത് മൈനസ് അകത്തേറ്റ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് മൈനസും ഈ എക്സിന്റെ സൈൻ പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എക്സ്. ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 എന്ന് കിട്ടും. പ്ലസ് 3 കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി എന്താ? എക്സ് എല്ലാ ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാ ഒരു സൈഡിലാക്കാം. എക്സ് ഈ മൈനസ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് എക്സ് ഈക്വൽ ടു 3. ഈ മൈനസ് 1 അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഒരു എക്സ് കൂടെ കൂടുമ്പോൾ 2x ഈക്വൽ ടു 3 ഒന്നുകൂടെ കൂടുമ്പോൾ 4. ഈ 2x എന്ന് പറയുന്നതാണ് 4. നമുക്ക് 2x അല്ല വേണ്ടത്, എക്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ 2 ഇവിടെ ഇൻറ്റു ചെയ്ത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എക്സ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 സമം 2. എന്നുവെച്ചാൽ എക്സിന് 2 എന്നുള്ള വില കൊടുക്കുമ്പോഴാണ് ഈക്വൽ ആവുന്നത്, ഇവ ഈക്വലായി മാറുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. നമുക്കപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 26/19, 37/30, 30/23, 29/22, 26/19, 29 ഇവയെ അവരോഹണ ക്രമത്തിൽ എഴുതുക. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണ്. അവരോഹണ ക്രമം എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ്. ആരോഹണ ക്രമം എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അവരോഹണ ക്രമത്തിൽ ഇതിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരോഹണ ക്രമം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഇത് എഴുതാം. അത് വലിയ ഭിന്നസംഖ്യ ഏതാണോ അത് കണ്ടുപിടിച്ച് അടുത്ത ചെറുത് ഏതാണോ ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ തന്നേക്കുന്ന ഈ ഭിന്നസംഖ്യക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഭിന്നസംഖ്യക്ക് 2 പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന 2 പ്രത്യേകതകളുണ്ട്. ഇതിന്റെ എല്ലാം അംശം ഛേദത്തെക്കാട്ടിൽ വലുതാണ്. അംശമാണ് വലുത് ഛേദത്തെക്കാട്ടിൽ. ഇവിടെ നോക്കി, അംശം വലുത് ഛേദത്തെക്കാട്ടിൽ വലുതാ. മനസ്സിലായോ? ഇവിടുത്തെ അംശം ഛേദത്തെക്കാട്ടിൽ വലുതാ. അംശം ഛേദത്തെക്കാട്ടിൽ വലുതാ. അംശം ഛേദത്തെക്കാട്ടിൽ വലുതാ. ഒരു കണ്ടീഷൻ അതാ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇത് നമ്മൾ വ്യത്യാസം എടുത്തേ. 26 നിന്ന് 19 കുറച്ച് എത്ര കിട്ടും? 7 കിട്ടും. നിങ്ങൾ 37 നിന്ന് 30 കുറച്ച് 7 കിട്ടും. 30 നിന്ന് 21 കുറച്ച് 7, 29 22 കുറച്ച് 7, 26 നിന്ന് 19 കുറച്ച് 7. ഇവിടെ എല്ലാം ഡിഫറൻസ് 7 വരുന്നത്. ഇതിന്റെ എല്ലാം ഡിഫറൻസ് എന്ന് വെച്ചാൽ 26 മൈനസ് 19 എന്ന് വെച്ചാൽ 7, അതേപോലെ തന്നെ 37 മൈനസ് 30 സമം 7, ഒക്കെ ആണല്ലോ, എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ഇതിന്റെ എല്ലാം ഡിഫറൻസ് എല്ലാം 7. അപ്പൊ 2 പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത, ഇതിന്റെ എല്ലാം അംശം വലുതാ, ഛേദം ചെറുതോ. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ അംശം വലുതും ഛേദം ചെറുതും, അതേപോലെ തന്നെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യമാണ്. ഇങ്ങനെ വരുന്ന ഭിന്നസംഖ്യകളിൽ വലിയ സംഖ്യ ഉള്ള ഭിന്നസംഖ്യ, വലുതുള്ള സംഖ്യ ചെറുതായിരിക്കും, ചെറുതുള്ള സംഖ്യ വലുതായിരിക്കും. വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ ചെറുതുമായിരിക്കും, ചെറിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലുതുമായിരിക്കും. എന്തായിരിക്കണം? അംശം ഛേദത്തെക്കാട്ടിൽ വലുതും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യം. അംശമായിരിക്കണം വലുത്. അംശം ചെറുത് വരുന്ന കേസിൽ ഇത് തിരിഞ്ഞു വരും. അംശം ഛേദത്തെക്കാട്ടിൽ വലുതും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകളിൽ വലിയ സംഖ്യ അടങ്ങുന്ന ഭിന്നസംഖ്യ ചെറുതായിരിക്കും. അപ്പൊ ചെറിയ സംഖ്യ അടങ്ങുന്ന ഭിന്നസംഖ്യ ആയിരിക്കും വലുത്. അപ്പൊ അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ അവരോഹണ ക്രമം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്
വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവിടെ ചെറിയ സംഖ്യ അടങ്ങുന്ന ഭിന്നസംഖ്യ ആയിരിക്കും വലുത്. ചെറിയ സംഖ്യ ഇവിടെ ചെറിയ സംഖ്യ അടങ്ങുന്ന ഭിന്നസംഖ്യ എത്ര? 26/19. ഇതായിരിക്കണം ഏറ്റവും വലുത്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വലുത് വരുന്നത് അപ്പൊ ഇതാണ് വലുത്. അടുത്തത് ഇതിനെക്കാട്ടി ഇച്ചിരൂടെ തൊട്ട് ചെറുത് വരുന്നത് എത്ര? 29/22. ഇതിനെക്കാട്ടി ജസ്റ്റോടെ തൊട്ട് വരുന്നത് എത്ര? 30/30 എത്ര? 23. അതിനെക്കാട്ടി ജസ്റ്റ് ചെറുത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 36/29. അതിനെക്കാട്ടി ഏറ്റവും ചെറുത് വരുന്നത് എത്രയാണ്? 37/30. ഇതാണ് അവരോഹണ ക്രമം. PSC സാധാരണ എപ്പോഴും ആരോഹണ ക്രമമാണ് ചോദിക്കുന്നത്. ആരോഹണ ക്രമം ചോദിച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അപ്പൊ ഇത് തിരിച്ചെഴുതിയാൽ മതി. ഇപ്പൊ ഇത് അവരോഹണ ക്രമം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ ഇതാണ്. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ ചിലപ്പോൾ ഓപ്ഷനകത്ത് ഇങ്ങനെ ആയിരിക്കും കളിക്കുന്നത് 26/19, എത്ര? 29/22, ഓക്കെ 30/23, ഓക്കെ 36/29, ഓക്കെ ഈ 37/30. തുറന്നിരിക്കുന്നതാണ് വലുത്, ഇവൻ ചെറുത്, ചെറുതെന്നുള്ള രീതി ഞാൻ എഴുതുന്നുള്ളൂ. ചിലപ്പോൾ ഓപ്ഷനകത്ത് കോമ ഇട്ടായിരിക്കും തുറന്നിരിക്കുന്നത്. ഇനി ഇത് ആരോഹണ ക്രമമാണ് ചോദിച്ചെങ്കിലോ? ആരോഹണ ക്രമമാണെങ്കിൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാണ്. ചെറുതിൽ അപ്പൊ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 37/30. അടുത്തത് 36/29. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30/23. അടുത്ത 29/22. അടുത്തത് 26/19. ഇത് ചെറുത്, അടുത്ത വലുത് ഇങ്ങനെ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അവരോഹണ ക്രമമാണ്, ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അസെൻഡിങ് ഓർഡർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഈ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായിട്ടുള്ള ഏതാ? അപ്പൊ ഇവിടെ നിൽക്കുന്ന പിക്ക് പകരം പ്ലസ്, ക്യൂവിന് പകരം മൈനസ്, ആറിന് പകരം ഇൻറ്റു, എസിന് പകരം ഹരണോ എങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് വേണ്ട ഈ ആറിന് പകരം അവർ പറഞ്ഞേക്കുന്നത് ഇൻറ്റു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആറിന് പകരം ഞാൻ ഇൻറ്റു കൊടുത്തു. ഓക്കെ, എസിന് പകരം ഹരണം കൊടുക്കാനാണ് പറഞ്ഞത്. എസിന് പകരം ഞാൻ എന്ത് ചെയ്തു? അവിടെ ഹരണത്തിന്റെ ചിഹ്നം കൊടുത്തു. ഓക്കെ, എസ്. അടുത്തത് ക്യൂവിന് പകരം ഒരു മൈനസ് കൊടുക്കാനാണ് പറഞ്ഞത്. ക്യൂവിന് പകരം മൈനസ് കൊടുത്തു. ഓക്കെ, അടുത്തത് പിക്ക് പകരം പ്ലസ് കൊടുക്കാനാണ് പറഞ്ഞത്. പിക്ക് പകരം ഞാൻ പ്ലസും കൊടുത്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത്രയും കാര്യം കൊടുത്തു. ശരിയാണെന്നോ? നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഈ 15 സമത്തിനപ്പുറത്ത് 15 കിട്ടുന്നവർ ഇപ്പുറത്തും കിട്ടണം. നമുക്ക് നോക്കാം 15 കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. 32 ഇൻറ്റു 4/8 മൈനസ് 7 പ്ലസ് 4. ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കാം. ഒരു 4 4, 24 8. ഇവിടെ വെട്ടുമ്പോൾ കിട്ടും 16 നീട്ടും. 16 ഇൻറ്റു 1 16 മൈനസ് 7 പ്ലസ് 4. 16 നിന്ന് 7 കുറച്ചു. 16 നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. 9 പ്ലസ് 4 സമയത്ത് കിട്ടും 13 കിട്ടും. 13 നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടുന്നത്. പക്ഷെ അപ്പുറത്ത് കിടക്കുന്നത് 15. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻസ് തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കാം. ഓക്കെ, ഓക്കെ, അണ്ട 6ൻ്റെ അടുത്ത് 6ന് പകരം നമുക്ക് എന്താണ്? ഇൻറ്റു. പിക്ക് പകരം നമുക്ക് പ്ലസ് കൊടുക്കാം. അതുപോലെ എസിന് പകരം നമുക്ക് ഹരണം കൊടുക്കാം. ഓക്കെ, ക്യൂവിന് പകരം നമുക്കിവിടെ മൈനസും കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, 16 ഇൻറ്റു 12 പ്ലസ് 49/7 മൈനസ് 9. ഒരു 7 49. ഓക്കെ ആണല്ലോ. 7 49. 16 ഇൻറ്റു 12 160 32. 160 32 192 പ്ലസ് 7 മൈനസ് 9. 192 7 കൊടുക്കുമ്പോൾ 199 കിട്ടും. 99 മൈനസ് 9 സമം 190 കിട്ടുന്നത്. പക്ഷെ നമുക്ക് 200 വേണ്ടത്. അപ്പൊ എന്താണ്? രണ്ടാമത്തതും തെറ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. ഓക്കെ, എസിന് പകരം നമുക്ക് ഹരണം 6. അടുത്ത 6ന് പകരം നമുക്ക് ഇൻറ്റു. അടുത്തത് ഓക്കെ, ഇനി ഇവിടുത്തെ എന്താ? ക്യൂവിന് പകരം മൈനസ്. ഓക്കെ, 6ന് പകരം ഇൻറ്റു. ഓക്കെ ആണല്ലോ. 6ന് പകരം ഇൻറ്റു ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കാം. ഇത് ചെയ്യുമ്പോൾ
ഇവിടെ പി ആണോ നോക്കട്ടെ നോക്കാം. 32 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 9 ഈക്വൽ ടു 160 മൈനസ് 12 ഇൻറ്റു 12. ഓക്കെ, ഇവിടെ ഇത് എത്ര കിട്ടും? ഇവിടെ ഹരിക്കുമ്പോൾ 32 8 വെച്ചിരിക്കുമ്പോൾ 4 8 32, 4 ഗുണം 9 ഈക്വൽ ടു 160 മൈനസ് 12 ഗുണം 12 144 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 9 4 36 ഈക്വൽ ടു ഇവിടുന്ന് എത്ര 160 നിന്ന് 144 കുറച്ചു. 160 നിന്ന് 144 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 16 കിട്ടുന്നത്. ഇപ്പുറത്ത് 36, ഇപ്പുറത്ത് 16 കിട്ടുന്നത്. ഒന്ന് 16 ഒന്ന് 36 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്ടേ, ഇവിടെ ഞാൻ 6 മാറ്റുക. 6 മാറ്റിയതിന് ശേഷം 6 മാറ്റിയതിന് ശേഷം 6ന് പകരം ഇൻറ്റു കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇവിടെ പി മാറ്റുക. പി മാറ്റിയതിന് ശേഷം പിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് കൊടുക്കാം. ഓക്കെ, എസ് മാറ്റുക. എസ്സിന് പകരം ഹരണം കൊടുക്കുക. അടുത്ത ക്യൂവിന് പകരം എന്ത് കൊടുക്കുക? ക്യൂവിന് പകരം മൈനസ് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 57 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. അത് 8 ഇൻറ്റു 8 പ്ലസ് 8/8 മൈനസ് 8. ഓക്കെ 8 8 64 പ്ലസ് 8ന് 8 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും മൈനസ് 8. ഓക്കെ ആണല്ലോ. 64 ഒന്നുകൂടെ കൂടുമ്പോൾ 65. 65/8. 65 നിന്ന് 8 കുറയ്ക്കുമ്പോൾ 57 എന്ന് കിട്ടും. ഇപ്പുറത്ത് 57 കിട്ടി, അപ്പുറത്ത് 57. ഇപ്പോൾ രണ്ട് സൈഡിലും ഇപ്പുറത്ത് ചെയ്യുമ്പോൾ 57 കിട്ടുന്നുണ്ട്, സമത്തിന് അപ്പുറവും 57 ഇടുന്നുണ്ട്. രണ്ടിടത്തും 57 തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഓപ്ഷൻ ഡി ഓപ്ഷനാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഡി ഓപ്ഷനാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച മാത്സ് ആൻഡ് ബെനിഫിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.